ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന മുറിയുടെ പിന്നിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ നമ്മുടെ ആ പിന്നിലെ ലോകം നമ്മൾ നോക്കാത്തപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്ന്? നമ്മൾ കളിക്കുന്ന ചില വീഡിയോ ഗെയിമുകളിൽ നമ്മൾ നോക്കുന്ന ഭാഗം മാത്രമാണ് കമ്പ്യൂട്ടർ റെൻഡർ ചെയ്ത് കാണിക്കാറുള്ളത്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ മാത്രം രൂപപ്പെടുന്ന, നോക്കാതിരിക്കുമ്പോൾ മാഞ്ഞു പോകുന്നൊരു മായലോകത്താണോ നമ്മൾ ജീവിക്കുന്നത്? ഓക്സ്ഫോർഡിലെ ഒരു പഴയ മുറി, സമയം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ എർവിൻ ഷ്രോഡിഞ്ചർ എന്ന ശാസ്ത്രജ്ഞൻ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കരമായ ദേഷ്യമുണ്ട്. മുന്നിലിരിക്കുന്ന പേപ്പറിൽ അദ്ദേഹം പേന അമർത്തി അങ്ങനെ കട്ടിക്ക് എഴുതുകയാണ്. ആ കത്ത് പോകുന്നത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കയ്യിൽ. എന്തിനാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത്? കാരണം അദ്ദേഹം കൂടി ചേർന്നുകൊണ്ട് രൂപം കൊടുത്ത ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത അത്ര വിചിത്രമായ ഒരു വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നീൽസ് ബോറും ഹൈസൻബർഗും ഒക്കെ ചേർന്ന് പറയുന്ന പുതിയ വാദങ്ങൾ കേട്ടിട്ട് ഷ്രോഡിഞ്ചറിൻ്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. അവർ പറയുന്നു, പ്രപഞ്ചത്തിലെ ഒന്നിനും നമ്മൾ നിരീക്ഷിക്കുന്നത് വരെ കൃത്യമായ ഒരു അവസ്ഥ ഇല്ല എന്ന്. എങ്കിൽ പിന്നെ ഇതിനെ കളിയാക്കാനും ഇത് എത്രത്തോളം മണ്ടത്തരമാണെന്ന് കാണിക്കാനും വേണ്ടിയാണ് ഷ്രോഡിഞ്ചർ ആ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എഴുതി തീർന്നയച്ച ആ കത്തിലാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ, എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിയുടെ ജനനം. അത് ഷ്രോഡിഞ്ചറിന്റെ പൂച്ച എന്നറിയപ്പെടുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആ പെട്ടി തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ശരിക്കും എന്താണ് ഷ്രോഡിഞ്ചർ ഉദ്ദേശിച്ചത് എന്ന് വളരെ ആഴത്തിൽ, എന്നാൽ ഒരല്പം സമയമെടുത്ത് തന്നെ പരിശോധിക്കണം. കാരണം ഇൻ്റർനെറ്റിൽ കാണുന്ന മീമുകളല്ല യഥാർത്ഥ സയൻസ്. നമുക്ക് ആ പരീക്ഷണം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിനെ ഞാനൊരു ലാബാക്കി മാറ്റാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുന്നിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടിയുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അകത്ത് എന്ത് നടക്കുന്നു എന്ന് കാണാനേ കഴിയില്ല. ഒട്ടും സുതാര്യമല്ലാത്ത പെട്ടി. നമ്മൾ ആ പെട്ടിയിലേക്കൊരു പൂച്ചയെ ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. പക്ഷേ ആ പെട്ടിയിൽ പൂച്ച മാത്രമല്ല ഉള്ളത്. പൂച്ചയുടെ വിധി തീരുമാനിക്കുന്നത് പൂച്ചയല്ല, മറിച്ച് അവിടെ വച്ചിരിക്കുന്ന ഒരു ഡയബോളിക്കൽ മെഷീൻ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് ആ യന്ത്രത്തിൻ്റെ ഓരോ ഭാഗവും ഒന്ന് സൂം ചെയ്യാം. ഒന്നാമത്തേത് റേഡിയോ ആക്റ്റീവ് സോഴ്സാണ്. ആ പെട്ടിയുടെ ഒരു മൂലയിൽ വളരെ വളരെ ചെറിയ അളവിൽ ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥം വച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യുറേനിയത്തിൻ്റെ ഒരൊറ്റ ആറ്റമാണ് എന്ന് കരുതുക. ഈ ആറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ആ ആറ്റം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് വിഘടിക്കാനോ വിഘടിക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. വിഘടിക്കാന്ന് വെച്ചാൽ അത് അൺസ്റ്റേബിൾ ആണല്ലോ. അപ്പോൾ റേഡിയേഷൻ പുറത്ത് വിട്ടിട്ട് അത് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വരാൻ നോക്കും. ഇവിടെ അത് റേഡിയേഷൻ പുറത്തു വിടാനുള്ള സാധ്യത 50-50 ആണ്. എപ്പോൾ പൊട്ടും എന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ. രണ്ടാമത്തെ ഉപകരണമാണ് ഗീഗർ മുള്ളർ കൗണ്ടർ. ഇത് വച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ തൊട്ടടുത്താണ്. കാരണം ആറ്റം വിഘടിക്കുകയാണെങ്കിൽ റേഡിയേഷൻ പുറത്തുവിടും. ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിക്കുന്നത് റേഡിയേഷൻ അളക്കാനാണ്. അപ്പോൾ ഈ മെഷീൻ അത് സെൻസ് ചെയ്യും. മൂന്നാമത്തേതാണ് റിലേ മെക്കാനിസം അഥവാ ദ ട്രാപ്പ്. ഇവിടെയാണ് ട്വിസ്റ്റ്. ഗീഗർ മുള്ളർ കൗണ്ടർ റേഡിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് ഓൺ ആവും. ആ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചുറ്റികയെ ഫ്രീ ആക്കും. ആ ചുറ്റിക അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ ഫ്ലാസ്കിൽ പോയി ഇടിക്കും. ഫൈനൽ ഘടകമാണ് വിഷം. ഈ ഫ്ലാസ്കിൽ നിറച്ചിരിക്കുന്നത് ഒരു ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷമാണ്. ചുറ്റിക വന്ന് വീണ് ഫ്ലാസ്ക് പൊട്ടിയാൽ ഈ വിഷം ഇങ്ങനെ അവിടെ ആകെ പടരും. അങ്ങനെ പൂച്ച മരിക്കും. ഇതാണ് സെറ്റപ്പ്. ഇനി നമുക്ക് ഈ സ്റ്റീൽ ബോക്സ് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കാത്തിരിക്കാം. സോ ഇവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാജിക്, അല്ല ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭ്രാന്ത് തുടങ്ങുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ആറ്റത്തിൻ്റെ അവസ്ഥ എന്താ? സാധാരണ യുക്തി വെച്ച് നോക്കിയാൽ ആറ്റം ഒന്നുകിൽ വിഘടിക്കണം, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, വെറുതെ ഇരിക്കും അവിടെ. എന്നാൽ ക്വാണ്ടം ഇക്വേഷനുകൾ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇക്വേഷനുകൾ ഉപയോഗിച്ച് നോക്കിയാൽ ആ ആറ്റം ഒരേ സമയം വിഘടിക്കാനും വിഘടിക്കാതിരിക്കാനുമുള്ള സാധ്യത ചേർന്നിരിക്കുന്നതായിട്ട് തോന്നും. മനസ്സിലാക്കാൻ അല്പം പാടാണ് സാധാരണ യുക്തിയിൽ. അതായത് ഒരേ സമയം വിഘടിക്കുകയും അതേസമയം വിഘടിക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ സ്റ്റേജുകളും അടങ്ങിയ ഒരു സൂപ്പർ പൊസിഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ആറ്റം വിഘടിച്ചു എന്നതിൻ്റെ അർത്ഥം ഗീഗർ മുള്ളർ കൗണ്ടർ പ്രവർത്തിച്ചു, ചുറ്റിക താഴെ വീണു, വിഷം പൊട്ടി, പൂച്ച മരിച്ചു. ആറ്റത്തിനൊന്നും സംഭവിച്ചില്ല എങ്കിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, വിഷം പൊട്ടിയിട്ടില്ല, പൂച്ച മരിക്കുന്നില്ല, ജീവിച്ചിരിക്കുന്നു. ഇവിടെ ഷ്രോഡിഞ്ചർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആറ്റം ഒരേ സമയം 2 അവസ്ഥയിലുമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പെട്ടിയിലെ പൂച്ചയും
ഒരേ സമയം ജീവിച്ചതും മരിച്ചതുമായ, ഇംഗ്ലീഷിൽ അതിനെ എലൈവ് ആൻഡ് ഡെഡ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു പരിഹാസമാണ് കേട്ടോ. നോക്കൂ, നിങ്ങളുടെ തിയറി വെച്ച് നോക്കിയാൽ ഒരു പൂച്ചയ്ക്ക് ഒരേ സമയം ജീവിക്കാനും മരിക്കാനും പറ്റും. അത് അസംബന്ധമാണ്. അതുകൊണ്ട് നിങ്ങളുടെ തിയറി തെറ്റാണ്. ഇതാണ് സത്യത്തിൽ ഷ്രോഡിഞ്ചർ പറയാൻ ശ്രമിച്ചത്. പക്ഷേ ചരിത്രം അദ്ദേഹത്തിന് നൽകിയ മറുപടി വേറെയായിരുന്നു. ഇവിടെയാണ് പലർക്കും തെറ്റ് സംഭവിക്കുന്നത്. ഷ്രോഡിഞ്ചർ പറഞ്ഞത് പൂച്ചയ്ക്ക് സൂപ്പർ പവർ ഉണ്ട് എന്നല്ല, ക്വാണ്ടം ലോകം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് കാണിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പൂച്ചയെ വിട്ടിട്ട് കൂടുതൽ ലളിതമായ ഒരു ഉദാഹരണത്തിലേക്ക് പോവാം. അതായത് ആറ്റങ്ങളുടെ ലോകത്തേക്ക് പോവാം. നിങ്ങളൊരു ഇലക്ട്രോണിനെ സങ്കല്പിക്കുക. ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ചെറിയ പന്ത് പോലെയാണ്. അതിന് കൃത്യമായൊരു സ്ഥാനമുണ്ട്. നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും അത് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ക്വാണ്ടം വേൾഡിൽ ഇലക്ട്രോൺ ഒരു പന്തല്ല, അതൊരു ക്ലൗഡാണ്, ഒരു മേഘം പോലെയാണ്. അല്ലെങ്കിൽ ശാന്തമായ ഒരു കുളത്തിലേക്ക് കല്ലിട്ടാൽ ഉണ്ടാകുന്ന ഓളങ്ങൾ, റിപ്പിൾസ് പോലെയാണെന്ന് സങ്കല്പിക്കുക. ആ ഓളം ഒരിടത്ത് മാത്രമാണോ ഉള്ളത്? അല്ല, അത് കുളത്തിലാകെ പടർന്നു കിടക്കുകയാണ്. ഇലക്ട്രോൺ ഇതുപോലെയാണ്. അത് ഒരേ സമയം ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്, രണ്ടിടത്തും. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും ചേർന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ. ഇത് വെറും തിയറി അല്ല, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന പരീക്ഷണത്തിലൂടെ ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനീ പറയുന്നത് തള്ളാണ് അല്ലെങ്കിൽ വെറും അനുമാനം മാത്രമാണ് എന്ന് വിചാരിക്കേണ്ട. 2 ചെറിയ വിടവുകളുള്ള ഒരു ഭിത്തിയിലേക്ക് നമ്മളൊരു ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ച് കുറേ ഇലക്ട്രോണുകളെ കടത്തിവിടുന്നു അല്ലെങ്കിൽ വെടിവെക്കുന്നു എന്ന് കരുതുക. ഓരോ ഇലക്ട്രോണും ഒരേ സമയം 2 വിടവുകളിലൂടെയും കടന്നു പോകും. എന്നിട്ട് അത് തനിയെ കൂട്ടിമുട്ടി ആ ഒരു ഭിത്തിയുടെ അപ്പുറത്ത് ചെന്ന് ഒരു തരംഗമായി മാറുന്നു. പക്ഷേ ട്വിസ്റ്റ് ഇവിടെയാണ്. നമ്മൾ ആ വിടവിനടുത്ത് ഒരു ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു വേവ് നേച്ചർ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ തരംഗ സ്വഭാവം അപ്രത്യക്ഷമാകും. ഡബിൾ സെറ്റ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ആവശ്യമുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞു പോകുന്നതാണ്. സോ ആ ഒരു ഇലക്ട്രോൺ പെട്ടെന്നൊരു പന്ത് പോലെ പെരുമാറാൻ തുടങ്ങും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ അത് ഏതെങ്കിലും ഒരു വിടവിലൂടെ മാത്രം പോകും. നോക്കൂ, 2 വിടവിലേക്ക് നമ്മളൊരു പന്ത് പോലെ ഇലക്ട്രോൺ വിട്ടാൽ ആരും ഒബ്സർവ് ചെയ്യാത്തപ്പോൾ ആ ഇലക്ട്രോൺ 2 വിടവുകളിലൂടെയും കയറിപ്പോയിട്ട് അപ്പുറത്ത് ചെന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു തരംഗം പോലെ വേവ് നേച്ചർ അനുസരിച്ച് കൊണ്ട് വരും. ആരെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണ് എങ്കിൽ അതൊരു സാധാരണ വലിയ ബോളിനെ പോലെ ഏതെങ്കിലും ഒരിടത്തു കൂടി കയറിപ്പോയി അപ്പുറത്ത് നിന്ന് ഇടിക്കും. കുറേ ഇലക്ട്രോണുകൾ ഇങ്ങനെ പോയാൽ ഓരോ ഹോളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഇടിക്കും. സോ അതായത് ഇവിടെ നമ്മുടെ നോട്ടം അഥവാ ഒബ്സർവേഷൻ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം മാറ്റുന്നുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ മാത്രം അത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നു. നോക്കാതിരിക്കുമ്പോൾ ആ സാധ്യതകൾ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റിയുടെ കടലായി മാറുന്നു. ഇത് തിരികെ ഷ്രോഡിഞ്ചറിൻ്റെ പൂച്ചയിലേക്ക് കൊണ്ടുവന്നാൽ പെട്ടി അടച്ചിരിക്കുമ്പോൾ പൂച്ച ജീവിച്ചിരിക്കുന്നു പ്ലസ് മരിച്ചിരിക്കുന്നു എന്ന സൂപ്പർ പൊസിഷനിലാണ്. നമുക്ക് തുറന്നാലേ അറിയാൻ പറ്റൂ. നമ്മൾ പെട്ടി തുറക്കുന്ന നിമിഷം പ്രപഞ്ചം ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകുന്നത് പോലെ ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ ഇവിടെ ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. അതായത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കും, ഓഹോ, അപ്പോൾ ഞാൻ നോക്കുന്നത് വരെ എൻ്റെ വീട്ടിലെ പൂച്ചയും ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയിലാണോ എന്ന്. അല്ല, ഒരിക്കലും അല്ല. ഇവിടെയാണ് ഷ്രോഡിഞ്ചറിൻ്റെ തോട്ട് എക്സ്പെരിമെൻറ്റിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ലോകത്ത്, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു വലിയ പൂച്ചയൊക്കെയുള്ള ലോകത്ത് വലിയ വസ്തുക്കൾക്ക് സൂപ്പർ പൊസിഷനിൽ നിൽക്കാൻ കഴിയില്ല. അതിന് കാരണമെന്ന് പറയുന്ന വേർഡാണ് ഡീകോഹറൻസ്. അതൊരു പ്രതിഭാസമാണ്, ഫിനോമിനനാണ്. നമുക്കതിനൊന്ന് വിഷ്വലൈസ് ചെയ്യാം. സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഒട്ടും കാറ്റില്ലാത്ത ഒരു മുറിയിൽ നൂലിൽ കെട്ടിത്തൂക്കിയിട്ടൊരു തൂവൽ പോലെയാണ്. ആരും അനക്കാനില്ലാത്തിടത്തോളം കാലം അത് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കും. പക്ഷെ ഒരു പൂച്ച ശ്വസിക്കുന്നുണ്ട്, അതിൻ്റെ ശരീരത്തിൽ ചൂടുണ്ട്, പൂച്ചയുടെ മേൽ കോടിക്കണക്കിന് വായു തന്മാത്രകൾ വന്ന് ഇടിക്കുന്നുണ്ട്, പ്രകാശം വരുന്നുണ്ട്. പ്രപഞ്ചം എപ്പോഴും ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ അതിനെ തൊട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ വായു തന്മാത്രയും പൂച്ചയിൽ വന്ന് ഇടിക്കുമ്പോഴും പ്രപഞ്ചം പൂച്ചയെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നീ എവിടെയാണ് എന്ന് പ്രകൃതി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ലിറ്ററലി പറയാം. നമ്മൾ പെട്ടി തുറക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പെട്ടിയിലെ വായുവും താപനിലയും ആ പൂച്ചയുടെ വിധി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഷ്രോഡിഞ്ചറിൻ്റെ പൂച്ച യഥാർത്ഥത്തിൽ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് മാത്രമാണ്. മൈക്രോസ്കോപ്പിക്കായ ആറ്റങ്ങൾക്ക് ബാധകമായിട്ടുള്ളൊരു നിയമമാണത്. വലിയ ലോകത്ത്, അതായത് മാക്രോസ്കോപ്പിക് വേൾഡിൽ പൂച്ചയ്ക്ക് അത് ബാധകമല്ല എന്ന് കാണിക്കാനാണ് അദ്ദേഹം ഈ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് പറഞ്ഞത്. ഇനി നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് വരാം. അതാണ് ഐൻസ്റ്റീനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ കാര്യം, ദ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ഇത് നമ്മൾ തൊട്ട് മുമ്പൊരു വീഡിയോയിൽ നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കണ്ടിരുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ഐൻസ്റ്റീൻ്റെ വാദം എന്ന് പറയുന്നത്
നമ്മൾ ഈ പറയുന്ന ക്വാണ്ടം തിയറി വെറും അസംബന്ധമാണ് എന്നുള്ളതാണ്. കാരണം ഇത് പ്രകാരം പ്രകാശത്തേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ പറ്റും. പക്ഷേ അത് നടക്കില്ല. അപ്പോൾ ബെൽസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. 2022 ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ബെൽസ് തിയറത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഈ ഒരു ആശയം ഞാൻ പറയാം. ഇതൊരു സങ്കീർണമായ മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണ്. ഇത്തരം കാര്യങ്ങൾ, അതായത് ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിറ്റിയൊക്കെ വളരെ കോംപ്ലക്സ് ആയതും മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം പറ്റുന്നതും അതിൽ പലതും യഥാർത്ഥത്തിൽ കണ്ടെത്താതെ മാത്സിൻ്റെ വലിയ കാൽക്കുലേഷൻസിലൂടെ അവസാനം എത്തിച്ചേരുന്നതിൽ നിന്നുള്ള നിഗമനങ്ങളും ഒക്കെയാണ്. സോ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ മാത്തമാറ്റിക്സ് ആണ്. എങ്കിലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറയാൻ പറ്റുന്ന ഒരു അനലോജി ഞാൻ പറയാം. 2 സ്ക്രാച്ച് കാർഡുകൾ സങ്കല്പിക്കുക. സാധാരണ ലോകത്ത് ആ കാർഡിൽ എന്ത് സമ്മാനമാണ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് കമ്പനി നേരത്തെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കാർഡൊന്ന് സ്ക്രാച്ച് ചെയ്തു, 100 രൂപ എന്ന് കണ്ടു. സോ എനിക്കറിയാം ആ ഒരു 100 രൂപ എന്ന് പ്രിൻ്റ് ചെയ്ത എല്ലാ കാർഡ് ചുരണ്ടുന്ന ആളുകൾക്കും 100 രൂപ കാണാൻ പറ്റും. ഈ എല്ലാ കാർഡും ഒരുപോലെയാണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ആ വിവരം കാർഡിൽ തന്നെയുണ്ട്. ഇതിനെയാണ് ഹിഡൻ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ക്വാണ്ടം വേൾഡിൽ ആ കാർഡുകൾ വെറും വെള്ള പേപ്പറാണ്. നിങ്ങൾ സ്ക്രാച്ച് ചെയ്താൽ അതിലൊന്നുമില്ല എന്നല്ല, പക്ഷേ നമ്മൾ എപ്പോഴാണോ ആ കാർഡ് ചുരണ്ടുന്നത് ആ നിമിഷം അവിടെ 100 രൂപ എന്ന് തെളിയും. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നാൽ ഞാൻ എൻ്റെ കാർഡ് ചുരണ്ടി 100 രൂപ എന്ന് കാണുന്ന അതേ നിമിഷം പ്രപഞ്ചത്തിൻ്റെ ഏതറ്റത്തിരിക്കുന്ന മറ്റൊരാളുടെ കാർഡിലും അതേ കാർഡിലും 100 രൂപ തെളിയും, അയാൾ ചുരണ്ടിയാലും ഇല്ലെങ്കിലും. അവ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, ഇടയിൽ വയറിംഗ് ഇല്ല, സിഗ്നൽ ഇല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒന്നിൻ്റെ വിധി മറ്റൊന്നിനെ തീരുമാനിക്കുന്നു എന്ന പ്രതിഭാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ നമുക്കറിയില്ല. അതിനെയാണ് ഐൻസ്റ്റീൻ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു കാര്യം നടക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തോ കള്ളക്കളിയുണ്ട്, അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻ ചെയ്ത എന്തോ വേരിയബിൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതായത് ഹിഡൻ വേരിയബിൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾറെഡി കമ്പനി അതിനകത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചുരണ്ടുന്നതെങ്കിൽ അതിനകത്തൊരു ഹിഡൻ വേരിയബിൾ ഉണ്ട്. അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. പക്ഷേ ജോൺ ബെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കുകയും പിന്നീട് 2022 നോബൽ പ്രൈസ് ജേതാക്കളായ അലൈൻ ആസ്പെക്റ്റും കൂട്ടരും അത് പരീക്ഷിച്ച് തെളിയിക്കുകയും ചെയ്തു. സോ അവിടെ ഐൻസ്റ്റീൻ തെറ്റായിരുന്നു. പ്രപഞ്ചം ലോക്കൽ അല്ല. 2 കണങ്ങൾ ഒരിക്കൽ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അവ പ്രപഞ്ചത്തിൻ്റെ 2 അറ്റത്ത് എവിടെയായാലും അതിന് പരസ്പരം ബന്ധമുണ്ടാവും. ഒന്നിന് വരുന്ന മാറ്റം മറ്റതിന് ഉടനടി ബാധിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്ക്രാച്ച് കാർഡിൻ്റെ ഒരു ഉദാഹരണം വരുന്നത്. അത് വെറും ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് ഓർക്കേണ്ടത്. യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതിലും സങ്കീർണമായിട്ടുള്ള സ്പിൻ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടി മെഷർമെൻ്റാണ്. പക്ഷേ ഇതിൻ്റെ ആശയം ഇങ്ങനെ തന്നെയാണ്. പ്രപഞ്ചം മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്ന, നിശ്ചയിക്കപ്പെട്ട ഒന്നല്ല, അത് ഓരോ നിമിഷവും തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത്. ശരി, ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിന് വലിയ കാര്യമുണ്ടോ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം വേണം എങ്കിൽ ഇതാ കേട്ടോളൂ. നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ്, നമുക്ക് എനർജി തരുന്ന സൂര്യൻ എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഭ്രാന്ത് സത്യമായതുകൊണ്ട് മാത്രമാണ്. നമ്പർ 1, ദ സൺ, നമ്മുടെ സൂര്യൻ. സൂര്യൻ കത്തുന്നത് ഫ്യൂഷൻ വഴിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ക്ലാസിക്കൽ ഫിസിക്സ് വെച്ച് നോക്കിയാൽ സൂര്യൻ്റെ ഉള്ളിലെ ചൂട് പ്രോട്ടോണുകൾ കൂട്ടിമുട്ടാൻ മതിയാകുന്ന തരത്തിലുള്ളതല്ല. ഒരേ ചാർജുള്ള കാന്തങ്ങൾ പരസ്പരം വികർഷിക്കുന്നത് പോലെ പ്രോട്ടോണുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവ തെറിച്ചു പോകേണ്ടതാണ്. പക്ഷേ പ്രോട്ടോണുകൾക്ക് ക്വാണ്ടം ടണലിംഗ് എന്ന കഴിവുണ്ട്. സോ അവയ്ക്ക് അതിൻ്റെ ഊർജ്ജങ്ങൾക്കുള്ള, അല്ലെങ്കിൽ അവയ്ക്ക് അതിൻ്റെ ഊർജ്ജ മതിലുകൾക്കപ്പുറത്ത് നിന്ന് ടണൽ ചെയ്ത് പോകാൻ പറ്റും. അതായത് ബാരിയർ മറികടക്കാതെ തന്നെ അപ്പുറത്തെത്താം. സൂര്യൻ കത്തുന്നതും ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതും ഈ ഒരു ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന ചീറ്റിംഗ് നടക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ എക്സാമ്പിളാണ് ക്വാണ്ടം ബയോളജി, അതായത് പക്ഷികളുടെ ഒരു പ്രത്യേകത. യൂറോപ്യൻ റോബിൻ എന്നൊരു ദേശാടന പക്ഷിയുണ്ട്. അത് ഭൂമിയെ ചുറ്റുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലം നോക്കിയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശാസ്ത്രലോകത്തെ ഏറ്റവും പുതിയ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഈ പക്ഷിയുടെ കണ്ണിലെ പ്രോട്ടീനുകൾക്കുള്ളിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് 100% തെളിയിക്കപ്പെട്ട വസ്തുതയല്ല, പക്ഷേ പ്രൂഫ് സ്ട്രോങ് ആണ് എന്ന് പറയാൻ സാധിക്കും. എങ്കിലും പക്ഷികൾ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച് വഴി കണ്ടുപിടിക്കുന്നു എന്നത് ശാസ്ത്രലോകം വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും വിവാദപരമായ എന്നാൽ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യത്തിലേക്ക് വരാം. റോജർ പെൻറോസ് എന്ന ലെജൻഡറി ഫിസിസിസ്റ്റ് പറയുന്നത് നമ്മുടെ ബോധം തന്നെ ഒരു ക്വാണ്ടം പ്രതിഭാസമാണ് എന്നാണ്. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെ കണക്ക് കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് ഫീലിങ്സ് ഉണ്ട്. ആപ്പിളിൻ്റെ ചുവപ്പ് നിറം, കാപ്പിയുടെ രുചി, ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? പെൻറോസും ഹാമറോഫും പറയുന്നത് തലച്ചോറിലെ മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ചെറിയ കുഴലുകൾക്കുള്ളിൽ ക്വാണ്ടം കൊളാപ്സ് നടക്കുന്നുണ്ട് എന്നും അതാണ് നമ്മുടെ ബോധമായി മാറുന്നത് എന്നുമാണ്.
പക്ഷേ ഇവിടെയും ഞാൻ സൂചിപ്പിക്കുന്നു, അതായത് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ഇതിനെ ഒരു ഫ്രിഞ്ച് തിയറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവരത് അംഗീകരിക്കുന്നില്ല. തലച്ചോറ് പോലെ ചൂടുള്ള ഒരിടത്ത് ക്വാണ്ടം സ്റ്റേറ്റ് നിലനിൽക്കുന്നില്ല എന്നാണ് പലരും പറയുന്നത്. എങ്കിലും പ്രകൃതി നമ്മൾ കരുതുന്നതിലും വിചിത്രമാണ് എന്നും സസ്യങ്ങളിലെ ക്വാണ്ടം ഫോട്ടോസിന്തസിസ് പഠനങ്ങൾ ഇത് തെളിയിക്കുന്നുണ്ട് എന്നും കാണാൻ പറ്റും. അതുകൊണ്ട് ആരാണ് ശരിയെന്ന് കാലം തെളിയിക്കട്ടെ. നമുക്ക് തിരിച്ച് ഷ്രോഡിഞ്ചറിൻ്റെ മുറിയിലേക്ക് വരാം. അദ്ദേഹം ആഗ്രഹിച്ചത് എല്ലാം കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന സേഫ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സാണ്. പക്ഷേ അദ്ദേഹം കണ്ടെത്തിയത് പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഒരു കടലാണ്. ജോൺ വീലർ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ നമ്മളൊരു കണ്ണാടിക്കൂട്ടിലല്ല ജീവിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ വെറും കാഴ്ചക്കാരുമല്ല, നമ്മൾ ഇതിലെ പാർട്ട്നേഴ്സാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉത്തരങ്ങളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ എപ്പോൾ നോക്കുന്നു, എങ്ങനെ നോക്കുന്നു എന്നത് ആ പൂച്ച ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്ന ലോകം നമ്മൾ കാണുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ പിന്നിലെ ലോകം അവിടെ തന്നെ മുമ്പ് ശരിക്കുണ്ടായിരുന്നു. ഈ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വെൽക്കം. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ലോകത്തേക്ക് തല പുകയ്ക്കാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു.